റിറ്റ്സ് ZXi പെട്രോൾ ടോപ്പിന്റെ വണ്ടി. 18 ഓട്ടോമാറ്റിക് വാഗനാർ സിംഗിൾ ഓണർ ഡീസൽ സ്വിഫ്റ്റ് VDI ഇലക്ട്രിക് AC സിംഗിൾ ഓണർ. നല്ല വണ്ടി 47 രൂപയ്ക്ക് കൊടുക്കാം. 55 രൂപയ്ക്ക് കൊടുക്കാം കേട്ടോ. ഇപ്പം കാരണം 1,38,000 രൂപയ്ക്ക് കൊടുക്കും. 2,4 രൂപ വിലയുള്ള വണ്ടിയാണ്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നമ്മുടെ സ്വന്തം സലീമേൻ്റെ അടുത്താണ്, ഈഞ്ചവള യൂസ്ഡ് കാർസിലാണ്. അപ്പം നമ്മുടെ ന്യൂ ഇയറിൻ്റെ ഓഫറൊക്കെ വെച്ചിട്ട് സലീമേൻ്റെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടല്ലോ വണ്ടികളുടെ. ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട്. എല്ലാം ബഡ്ജറ്റ് കാറുകളാണ്, നല്ല കുറഞ്ഞ വണ്ടികളാണ് കൂടുതലും ഉള്ളത്, കൂടിയതൊന്നുമില്ല. ഇവിടുത്തെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുറഞ്ഞ വിലയിൽ നല്ല വണ്ടികൾ അത്യാവശ്യം ചേട്ടൻ ഒരു ഉറപ്പോടുകൂടി ഗ്യാരണ്ടിയോടുകൂടി നിങ്ങൾക്ക് വാങ്ങുന്ന സ്ഥാപനമാണ്. ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം കല്ലമ്പലം തട്ടുപാലം ആണ്, നാഷണൽ ഹൈവേയിലാണ്. ചേട്ടാ വീട്ടിലോട് സ്വാഗതം. നമ്മുടെ ന്യൂ ഇയർ ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല വണ്ടികൾ വന്നിട്ടുണ്ട്. നല്ല വണ്ടികൾ ഒരുപാട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വണ്ടികൾ കഴിഞ്ഞ ആഴ്ചകളിലും മാസത്തിലൊക്കെ കൊടുക്കുകയും ചെയ്തു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ആരും കംപ്ലൈൻറ്റുകളൊന്നും പറഞ്ഞിട്ടില്ലെന്നല്ല, ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, അത് വൃത്തിയാക്കി കൊടുത്തു. ആർക്കും പരാതികളില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാം പഴയ വണ്ടികളല്ലേ കൊടുക്കുന്നത്, അപ്പം പരാതികളൊക്കെ വരാൻ സാധ്യതയുണ്ട്. എന്നാലും എൻ്റെ ഇതിൽ ഇതുവരെ പരാതികളില്ല എന്ന് വേണം പറയാൻ. കൊടുക്കുന്നുണ്ട്. എല്ലാ വണ്ടിയൊക്കെ ഗ്യാരണ്ടിയോട് കൂടിയാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നോക്കാനൊന്നും ആളില്ലെങ്കിൽ ധൈര്യമായിട്ട് ഒന്ന് എടുക്കാം, കുഴപ്പമില്ല, വിശ്വസിച്ചെടുക്കാം. അത്ര തന്നെയാണ്. അപ്പം കേട്ടോ. ഓക്കെ, അപ്പം ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം കല്ലമ്പലം തട്ടുപാലം. അവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം, അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ ഇവിടെ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഇലക്ഷനെ ജയിച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇലക്ഷന് തോറ്റുപോയി, കുഴപ്പമില്ല, ഇനി ഒരുപാട് സാധ്യതകൾ കിടക്കില്ലേ, അപ്പോൾ ജയിക്കും. ഞാനത് പറയേണ്ടതെന്ന് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. അടുത്തൊരു ഓക്കെ. അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പം സലിമേട്ട, നമ്മുടെ ഫസ്റ്റ് വണ്ടി ഒരു ഓൾട്ടോ തുടങ്ങാം അല്ലേ? ആൾട്ടോ 2006 LXi വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടി. ടയറെല്ലാം അത്യാവശ്യമുണ്ട്, വലിയ പാച്ച് വർക്ക് ഒന്നുമില്ല, കാണാൻ നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. 2006 വണ്ടി. ഈ നിലവിലെ കണ്ടീഷനിൽ 55 രൂപയ്ക്ക് കൊടുക്കാം. AC പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയാണ് കേട്ടോ. നല്ല ടയർ, പാച്ച് വർക്കില്ല, അകവും പുറമൊക്കെ കാണാൻ അത്യാവശ്യം നല്ല വണ്ടി. കുറെ എക്സ്ട്രാ ഫിറ്റിങ്ങുകളൊക്കെ ഉണ്ട്. എക്സ്ട്രാ ഫിറ്റിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് 55 രൂപയ്ക്ക് കൊടുക്കാം കേട്ടോ. 800 ഇഞ്ചക്ടർ AC 2007 അല്ലേ? നല്ല വണ്ടി, പുതിയ വണ്ടി ഓടിക്കുന്ന കണക്കിരിക്കും കേട്ടോ. ചെറിയ പെയിന്റ് പോയിട്ടുണ്ട്. 1-2 സ്ഥലങ്ങളിൽ ചെറിയ വാച്ച് വർക്ക് താണ്ട് ഇതുപോലെയുള്ള സ്ഥലങ്ങളിലെ ചെറിയ ഇത് മറച്ചു വയ്ക്കാം, പുട്ടിയിട്ടങ്ങ് മറച്ചു വയ്ക്കാം. അവിടെ ഒരു ചെറിയ അങ്ങനെയൊക്കെ 1-2 അല്ലാതെ ഓടിക്കാനേ പുതിയ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കുന്ന പോലെ ഇരിക്കും. അത്ര ക്ലീൻ വണ്ടി. 27 ആദ്യം വരെയാണ് പേപ്പർ ഉള്ളത്. നല്ല വണ്ടി 47 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടി കേട്ടോ, എക്സ്ട്രാ ക്വാളിറ്റി ആണ്. MBFI AC 2010 മാരുതി 800 ഇഞ്ചക്ടർ AC സിംഗിൾ ഓണർ, സിംഗിൾ ഓണർഷിപ്പ്, നല്ല ഹൈ ക്വാളിറ്റി വണ്ടി കേട്ടോ. 10 കിലോമീറ്റർ എത്ര ഉണ്ടോ ചേട്ടനൊക്കെ? 75,000 കിലോമീറ്റർ 75 ഓടിയിട്ടുണ്ടെന്ന്. ഓക്കെ, ഇപ്പൊ 10 ടെസ്റ്റ് കഴിഞ്ഞല്ലോ കേട്ടോ. ഇപ്പൊ റീടെസ്റ്റ് കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയോളൂ. അപ്പം അടുത്ത ഡിസംബർ വരെ 2030 ഡിസംബർ. നല്ല വണ്ടി കേട്ടോ, നല്ല ക്വാളിറ്റിയാ വണ്ടി, നല്ല വണ്ടി. 85 രൂപയ്ക്ക് കൊടുക്കാം കേട്ടോ. അപ്പം 40,000 രൂപ ചിലവാക്കിയ വണ്ടിയാണ്, അതുകൊണ്ടാണ് ഇത്തിരി വില കൂടുതൽ തോന്നുന്നത്. 85 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടി. 5,000 രൂപയ്ക്ക് ഇന്നലെ വർഷാപ്പിൽ കൊണ്ട് ഫൗണ്ടേഷന്, ക്ലച്ച് എല്ലാം പുതിയതാണ് കേട്ടോ. ടയർ 4 നല്ല പുത്തൻ ടയറും ഉണ്ട്. 85 രൂപ. 85 രൂപയ്ക്ക് 5 വർഷം പേപ്പറുള്ള MBFI AC വണ്ടി. ആണ്. സലിമേട്ട അടുത്ത 2013 കേട്ടനാണ്. 2013 ലാസ്റ്റ് കേട്ടൻ, ഫസ്റ്റ് ഓണർ, 70,000 കിലോമീറ്റർ. ഫ്രണ്ടിൽ ചെറിയ ഒരു തട്ട് പറ്റിയിട്ടുണ്ട്, മൈന്യൂട്ടായ വിഷയം. അതുകൊണ്ട് ഈ തട്ടുകൊണ്ട് ഈ വണ്ടിക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ ഗ്യാരണ്ടിയാണ്. ഞാൻ നല്ലോണം ഓടിച്ചു നോക്കി സംതൃപ്തി വന്നതിന് ശേഷം മാത്രം എടുത്ത വണ്ടിയാണ്. ഒരു കുഴപ്പമില്ല, വില അതിൻ്റെതായ കുറവുണ്ട്. ഇത് സാധാരണ 2,4 രൂപയാണ് മാർക്കറ്റ് വില. ഇത് ഒരു 1,38 കൊടുക്കും. 2013 ലാസ്റ്റ് സിംഗിൾ ഓണർ വണ്ടി, 70,000 കിലോമീറ്റർ. ആ സൈഡിലൊരു ചെറിയ തട്ട് തട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പം കാരണം 1,38,000 രൂപയ്ക്ക് കൊടുക്കും. 2,4 രൂപ വിലയുള്ള വണ്ടിയാണ് കേട്ടോ. ആ വണ്ടിക്ക് ഈ ആക്സിഡന്റ് കൊണ്ട് ഒരു കുഴപ്പമില്ലെന്ന് മനസ്സിലായതുകൊണ്ടാണ് എടുത്തത് കേട്ടോ. ഓക്കെ, അടുത്ത് റിറ്റ്സ് ZXi പെട്രോൾ ടോപ്പിന്റെ വണ്ടി, സെക്കൻഡ് ഓണർ. കിലോമീറ്റർ 1,85 ഓടി. മോഡൽ ഏതാട്ടോ? 2010 ടെസ്റ്റ് കഴിഞ്ഞല്ലോ. ടെസ്റ്റ് കഴിഞ്ഞ് 2030 വരെ പേപ്പർ ഉണ്ട്. 5 വർഷം പേപ്പർ ഉണ്ട് അല്ലേ? ഒരു 4 മാസമായി റീടെസ്റ്റ് കഴിഞ്ഞിട്ട്.
സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ആൻഡ്രോയിഡ് സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്. 4x4 പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ, അപ്പം റിഡ്സ് ZXi വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ല ചെറിയ കംപ്ലൈന്റുകളുണ്ടായിരുന്നൊക്കെ മാറ്റി അത്യാവശ്യം നല്ല ക്വാളിറ്റി കിടക്കുന്ന 1,55,000 രൂപയ്ക്ക് കൊടുക്കാം. 1,55. ഓക്കെ, LX വണ്ടി 2007 ആൾട്ടോ LX. LX വണ്ടി 80,000 കിലോമീറ്റർ, 3rd ഓണർ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടി. ചെറിയ എന്തൊക്കെയോ പാച്ച് വർക്ക് പോലെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അടിയിലോ മറ്റോ, വെളിയിലൊന്നും ഇല്ല, അടിയിലുണ്ടല്ലേ. ആരോ കണ്ടിട്ട് പറഞ്ഞാണ്, എൻ്റെ കണ്ണിൽ പെട്ടില്ല. ഓക്കെ, ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. LX AC മാത്രം വരുന്നുണ്ട്. AC മാത്രം വരുന്നുണ്ട്. ഓടിക്കാനൊക്കെ കൊള്ളാം. ഇപ്പം തന്നെ 10,000 രൂപയുടെ പണി ചെയ്തുകൊണ്ടിട്ടിരിക്കുന്നു. AC വർക്കിംഗ് ആണല്ലോ. ആണാള് 65 രൂപയ്ക്ക് കൊടുക്കാം കേട്ടോ. 60,000 രൂപ അല്ലേ. 2007 വണ്ടി. ഓണർ ഡീസൽ സ്വിഫ്റ്റ് VDI. ഡീസൽ ഡീസലാണ്. സിംഗിൾ ഓണർ, മോഡൽ 92,000 കിലോമീറ്റർ, 2015. VDI സ്വിഫ്റ്റ്, ഡീസൽ സ്വിഫ്റ്റ്, സിംഗിൾ ഓണർ, 92 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതെ, പുത്തൻ ടയർ, നല്ല വണ്ടി. ബാക്കിലെ സ്റ്റോപ്പ് ലാമ്പ് ഒരു ചെറിയ പൊട്ടലുണ്ട്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. സമയം കിട്ടണമെങ്കിൽ അത് മേടിച്ച് മാറാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഈ നിലവിലെ കണ്ടീഷനിൽ 3,85 കൊടുക്കാം കേട്ടോ. 85 വേണ്ടേ ചെറിയ ഇവിടെ അല്ലേ. അതെ. ഓക്കെ, അപ്പോൾ സ്വിഫ്റ്റ് VDI പക്ഷേ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം ഓടും, വേണമെങ്കിൽ മാറ്റിയാൽ മതി. അത്യാവശ്യമല്ല, അത് ചെറിയ വിഷയമുള്ളൂ. അതാ പറഞ്ഞു, അത് 3,85 കൊടുക്കും. 385. ലോൺ അപ്പോൾ എത്ര ചേട്ടത്? ലോൺ 3 രൂപയ്ക്ക് പുറത്ത് ലോൺ കിട്ടുമല്ലോ. 15 ഡാറ്റ്സൺ ഗോ അല്ലേ. 85,000 കിലോമീറ്റർ. ഓക്കെ, നല്ല വണ്ടി. 4 പുത്തൻ ടയറും അലോയ്സും എല്ലാം ചെയ്തിട്ടുണ്ട്. ആൾട്രൊക്കെ ചെയ്ത വണ്ടി കേട്ടോ. തുരുമ്പോ പാച്ച് വർക്ക് ഒന്നുമില്ല. പ്രൊഫൈൽ കൂടിയിട്ടുണ്ടോ? പിന്നെ നല്ല പുത്തൻ ടയറും അലോയ്സ്, നല്ല കാണാൻ ലുക്കുള്ള വണ്ടി. 1,400 രൂപയ്ക്ക് കൊടുക്കാം കേട്ടോ. ഓണർഷിപ്പ് 5th. കിലോമീറ്റർ 75. ഓക്കെ, സീറ്റ് നല്ല വണ്ടിയാണ്. സാധാരണക്കാർക്ക് എടുത്തിട്ട് 4-5 വർഷം ഉപയോഗിച്ചൂടെ, ഒരു കുഴപ്പമില്ല. പവറിന്റെ AC പവർ സ്റ്റിയറിംഗ് അല്ലേ. അതെ. ടയർ കണ്ടീഷൻ കൊള്ളാം. ടയർ 4 പുത്തൻ ടയർ, 40,000 രൂപ ടയർ ഉണ്ട്. അലോയ്സ് എല്ലാം വരുന്നുണ്ട്. കാണാൻ വൃത്തിയുണ്ട്, സ്ക്രാച്ച് ഇല്ല, പാച്ച് വർക്ക് ഇല്ല, മറ്റൊന്നുമില്ല. നല്ല കണ്ടീഷനായിട്ടിരിക്കുന്നു. 1,400 രൂപയ്ക്ക് കൊടുക്കാം കേട്ടോ. 2011 A സ്റ്റാർ, 75,000 കിലോമീറ്റർ. ഓണർഷിപ്പ് 3rd ആണല്ലേ. പക്ഷെ ടയർ പുത്തൻ ടയർ ഉണ്ട്. ZXi ആണ്, ഓട്ടോമാറ്റിക് ആണ്. A സ്റ്റാർ ഓട്ടോമാറ്റിക്, 4 പുത്തൻ ടയർ, അലോയ്സ്, ഏറ്റവും കൂടിയ വണ്ടി കേട്ടോ. ഹൈ ക്വാളിറ്റി ആ വണ്ടി. പുതിയ ടാക്സ് എടുത്തിട്ടുണ്ട്, പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. അടുത്ത വർഷം 6-ാം മാസം, അടുത്ത വർഷം 6-ാം മാസം റീടെസ്റ്റ് ചെയ്യണം. പുതിയ ടാക്സ് എടുത്തിട്ടുണ്ട്, പുതിയ റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ല ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. വില 1,80. ഓട്ടോമാറ്റിക് ആണ്, ഹൈ ക്വാളിറ്റി വണ്ടി. അപ്പോൾ ടോപ്പ് എൻഡ് വണ്ടി നമുക്കിപ്പം ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ട്, ഇനി ടെസ്റ്റ് മാത്രം ചെയ്താൽ. ടെസ്റ്റിന് തുച്ഛമായ പൈസയാവും. ടാക്സ് അടച്ചിട്ടുണ്ട്, ഇൻഷുറൻസ് എല്ലാം എടുത്തിട്ടുണ്ട്. വണ്ടി കൊള്ളാം, വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ. ഒന്നുമില്ല. നല്ല വണ്ടി. A സ്റ്റാർ ഓട്ടോമാറ്റിക്, 4 പുത്തൻ ടയർ, ഹൈ ക്വാളിറ്റി കേട്ടാ. ഇപ്പോൾ സലീമയുടെ അടുത്ത വാഗണാർ 2018 ഓട്ടോമാറ്റിക് വാഗണാർ സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ. അതെ, സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 1,5. 2018 വണ്ടി. ഓട്ടോമാറ്റിക് ആണ്, VXi ആണ്, ഓട്ടോമാറ്റിക് ആണ്. വില തീരെ കുറവാണ്, ഏറ്റവും കുറഞ്ഞ്. പൈസ കൂടുതലായതുകൊണ്ട് ഫ്രണ്ടില് 2 പുത്തൻ ടയർ, ബാക്കിൽ ആവറേജ് ടയർ ഉണ്ട്. ആവറേജ് 70% ടയർ ഉണ്ട്. ഓക്കെ, ഇന്ത്യയിൽ കണ്ടി സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ട്. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. 4x4 AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നത്. VXi അല്ലേ. VXi വണ്ടിയാണ്. 3,65 കൊടുക്കാം കേട്ടോ. 2018 സിംഗിൾ ഓണർ, ഓട്ടോമാറ്റിക് 3,65. ഏറ്റവും കുറഞ്ഞ വിലകളാണ് കേട്ടോ. ഫിനാൻസ് പിന്നെ ഫിനാൻസ് ഫുൾ പൈസ കിട്ടും. സലീമയുടെ ടൊയോട്ട കൊറോളയാണ്. 2006-7 രജിസ്ട്രേഷൻ. ഓക്കെ, 27 പേപ്പർ ഉണ്ടല്ലേ. അതെ, ടൊയോട്ടയാണ്. പെട്രോൾ അല്ലേ വണ്ടി? പെട്രോൾ വണ്ടി 1.8 ലിറ്റർ ആണ്. ഓക്കെ, കൊറോള. ഈ മാനുവലാണ് ഓട്ടോമാറ്റിക് ആണ്? മാനുവൽ വണ്ടി. ഓക്കെ, വണ്ടി ഇന്ത്യയിലൊക്കെ നീറ്റാണ്. ഇതിനകത്ത് AC ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. ഇൻബിൽറ്റ് സ്റ്റീരിയോ, 4x4 പവർ സ്റ്റിയറിംഗ്, എയർ ബാഗ്, ഡ്യുവൽ എയർ ബാഗ് എല്ലാം വരുന്നുണ്ടല്ലോ ചേട്ടാ. അതെ. ആ സമയത്ത് ഉള്ള ഫീച്ചറിൽ അത്യാവശ്യം റിച്ച് ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയാണ്. പിന്നെ അന്നത്തെ ടോപ്പ് വണ്ടി, അന്നത്തെ പണക്കാർ യൂസ് ചെയ്യുന്ന വണ്ടി. ചെറിയ കിലുക്കങ്ങളും അതും ഇതൊക്കെ ഉണ്ട്. അതിൻ്റെതായ വിലയ്ക്ക് 90 രൂപയ്ക്ക് കൊടുക്കാം കേട്ടോ. 90 അല്ലേ. 88 രൂപ ആയാലും കൊടുക്കാം. 88. എഞ്ചിനൊക്കെ നല്ല എഞ്ചിൻ. ചെറിയ കിടക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ പണികളൊക്കെ ഉണ്ടാവും. 3 ലക്ഷറി വണ്ടി ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് എടുക്കുമ്പോൾ പുതിയതുപോലെ ഇരിക്കുമെന്ന് കരുതി ആരും എടുക്കല്ലേ. ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. വണ്ടി നല്ല വണ്ടി, ടൊയോട്ടയല്ലേ. അതെ. 2011 i20 ഡീസൽ, 1 വർഷം പേപ്പറുണ്ട്. ഡീസൽ i20 ആസ്ഥ,
ഓക്കെ 2011 1 വർഷം പേപ്പർ തട്ടമുട്ട റീപ്ലേസ് ഒന്നുമില്ല പാച്ച് വർക്കില്ല ഒന്നുമില്ല ഓണർഷിപ്പ് തേർഡ് 92,000 കിലോമീറ്റർ ഓക്കെ നമുക്ക് 165 കൊടുക്കാം 165 അല്ലേ ഓക്കെ സീറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഇൻബിൾട്ട് സീറ്റ് ഓട്ടോമാറ്റിക് എസി ഫോർഡർ പോയിന്റ് പോർഷൻ സീമോൺ കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട് എയർ ബാഗ് എല്ലാം വരുന്നുണ്ട് ചേട്ടാ എല്ലാം വരുന്നുണ്ട് ഓക്കെ ടയർ കണ്ടീഷൻ ഒരു 80% ടയറൊക്കെ ഉണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ചേട്ടാ ഇല്ല നല്ല വണ്ടി ഓക്കെ 520 ഡീസൽ ആകുമ്പോൾ മൈലേജ് എന്തായാലും ഒരു 18 മേലെ കിട്ടും പിന്നെ 10-20 മൈലേജ് കിട്ടുമല്ലോ അപ്പോൾ എങ്ങനെ അതിൻ്റെ പ്രൈസ് 165 കൊടുക്കും VXi 2010 ഇപ്പോഴും റീടെസ്റ്റ് കഴിഞ്ഞ എഞ്ചിൻ പണി കഴിഞ്ഞ 2010 വണ്ടിയാണ് 2030 വരെ പേപ്പർ ഉണ്ട് 1 മാസം അയാൾ റീടെസ്റ്റ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഓണറാണ് ഫസ്റ്റ് ഓണർ ആയിരുന്നു ഇപ്പോൾ സെക്കൻഡ് ഓണർ ആക്കി കിലോമീറ്റർ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി കിലോമീറ്റർ 195 ആയി പക്ഷേ എഞ്ചിൻ പണിതിട്ടുണ്ട് ഇനി 1 ലക്ഷം കിലോമീറ്റർ ഗ്യാരണ്ടിയിലാണ് കൊടുക്കുന്നത് ഓക്കെ ഹൈ ക്വാളിറ്റിയാണ് വണ്ടി VXi ആണ് 4 പവർ AC പവർ സ്റ്റിയറിംഗ് ഇൻബിൽറ്റ് സ്റ്റീരിയോ ഫസ്റ്റ് ഓണർ ആയിരുന്നു സെക്കൻഡ് ഓണർ ആക്കി ടയർ എല്ലാം നല്ല ടയർ അതും കൊള്ളാം വണ്ടി പുതിയത് കണക്കിരിക്കുകയാണ് എഞ്ചിൻ പണിതിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല ഒന്നേ നോടാൻ വണ്ടി പുതിയത് ഓടുന്നത് പോലെ ഓടാം ഒരു കുഴപ്പമില്ല 2 രൂപ വില VXi വണ്ടി ഫസ്റ്റ് ഓണറിൽ നിന്ന് ഇപ്പോൾ സെക്കൻഡ് ഓണർ ആക്കി ടെസ്റ്റ് ഇപ്പം ചെയ്തിട്ടുണ്ട് പിന്നെ എഞ്ചിൻ പണിതിട്ടുണ്ട് 80,000 രൂപ അതിന് തന്നെ ഇപ്പോൾ ചിലവാക്കിയിട്ടുണ്ട് കേട്ടോ 2 രൂപയ്ക്ക് കൊടുക്കാം 2016 വണ്ടി 32,000 കിലോമീറ്റർ ഓണർഷിപ്പ് തേർഡ് ഓണർ നല്ല ക്വാളിറ്റി വണ്ടി അല്ല പുതിയതുപോലെ ഇരിക്കുകയാണ് വണ്ടി 32 കിലോമീറ്റർ സനൂപിന്റെ വീഡിയോയിലുണ്ടായിരുന്നു അപ്പോഴേ ടച്ച് ചെയ്യാൻ പോയി ഇപ്പോൾ വന്നതേ ഉള്ളൂ മാനുവൽ വണ്ടി അല്ലേ മാനുവൽ വണ്ടി ടയർ കണ്ടീഷൻ ഒരു 70% ടയർ ഉണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല എല്ലാം ക്ലിയർ ചെയ്തിട്ടേക്കാണ് നല്ല പുതിയ വണ്ടി കണക്കിരിക്കും ഓക്കെ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഇൻബിൽറ്റ് സീറ്റ് 2 ഡോർ പവറിന്റെ AC പവർ സ്റ്റിയറിംഗ് 165 കൊടുക്കാം കേട്ടോ മൈലേജ് ഒരു 18 മേലെ കിട്ടത്തില്ല അത്ര കിട്ടുമെന്നാ പറയുന്നത് അപ്പോൾ 165 ഫിനാൻസ് കയറുമല്ലോ ഫിനാൻസ് കിട്ടുമല്ലോ സെലമയുടെ അടുത്ത സ്വിഫ്റ്റ് ഡീസൽ 2011 വണ്ടി ഓക്കെ 1 വർഷം പേപ്പറുണ്ട് VDI ആണ് ഡീസൽ വണ്ടി ഓക്കെ ഓണർഷിപ്പ് തേർഡ് കിലോമീറ്റർ 120 ഓക്കെ ഇത് സീറ്റ് ഫാബ്രിക് ആണ് അതിനകത്ത് ഇൻബിൽറ്റ് സീറ്റ് 4 പവറിന്റെ പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട് VDI എന്തായാലും അഡീഷണൽ ആയിട്ട് അലോയ്സും ചെയ്തിട്ടുണ്ടല്ലോ ചേട്ടാ അലോയ്സ് ഒക്കെയാണ് ടയർ കണ്ടീഷൻ കുഴപ്പമില്ല ടയറൊക്കെ ഉണ്ട് അപ്പം എന്തായാലും കുഴപ്പമില്ലാത്ത വണ്ടി ഒരു മൈലേജ് എന്തായാലും 20 പിന്നെ ഡീസൽ വണ്ടിയല്ലേ 235 വില കേട്ടോ VDI വണ്ടിയാണ് തേർഡ് ഓണർ 1.25 ഓടിയിട്ടുണ്ട് 235 വില സെലിമയുടെ ടാറ്റ ടിയാഗോ 2019 സിംഗിൾ ഓണർ ടിയാഗോ ഡീസലാണ് 72 കിലോമീറ്റർ പെട്രോൾ ഓണർഷിപ്പ് സിംഗിൾ തന്നെ അല്ലേ സിംഗിൾ ഓണർഷിപ്പ് ടയറൊക്കെ നല്ല ടയർ ഉണ്ട് ടയറൊക്കെ നല്ല ടയർ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല XT ആണ് വേരിയന്റ് പറഞ്ഞത് XT 3 രൂപയ്ക്ക് കൊടുക്കാം കേട്ടോ 3 രൂപ നല്ല വണ്ടി ഓക്കെ അത് ഇൻവെർട്ടർ സ്റ്റീരിയോ AC 4 പവറിന്റെ പോസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഹർമാൻ്റെ സ്റ്റീരിയോ ഇരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് വില 3 അല്ലേ ചേട്ടാ 3 രൂപ ഫിനാൻസ് എത്ര ഫിനാൻസ് 3 രൂപ കിട്ടുമല്ലേ ലോഡ്ജി 2015-16 ഓക്കെ ലോഡ്ജി ഡീസൽ 1.30 ഓടിയിട്ടുണ്ട് തേർഡ് ഓണർ നല്ല വണ്ടി മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് ഡീസൽ വണ്ടി കേട്ടോ ആൾക്കാർ ഈ വണ്ടി തിരക്കി നടക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് വരാം ലോഡ്ജി നോക്കുന്നത് ടയറൊക്കെ നല്ല ടയർ പാച്ച് കൊടുക്കാൻ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല 4 പുത്തൻ ടയർ ഉണ്ടല്ലേ 4 പുത്തൻ ടയർ ഓക്കെ ഇന്ത്യയുടെ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് 14 മേലോട്ടാണ് മൈലേജ് ഏറ്റവും മോശമായ റോഡിലും റൂഫ് AC വരുന്നുണ്ട് ഇൻബിൽറ്റ് സ്റ്റീരിയോ 4 പോയിന്റ് പവർ സ്റ്റിയറിംഗ് എയർ ബാഗ് എല്ലാം വരുന്നുണ്ട് ഓക്കെ ഇതിന് മൈലേജ് 14 മേലെ കിട്ടുമല്ലോ 14 തൊട്ട് 17 വരെ കിട്ടും ഓക്കെ അപ്പോൾ എങ്ങനെ അതിന്റെ പ്രൈസ് 3.25 വില 3.25 പിന്നെ ഇത് 7 സീറ്റർ വണ്ടി വലിയ വണ്ടിയല്ലേ എന്റെ ഇനോവയ്ക്ക് 10-14 രൂപ കൊടുക്കണ്ടേ ഈ മോഡലിന് അതേ സ്ഥാനത്ത് ഈ വിലയല്ലേ പിന്നെ ഫിനാൻസ് കിട്ടും ഫിനാൻസ് ഉണ്ടായിരുന്ന വണ്ടിയാണ് ക്ലോസ് ചെയ്താണ് നമ്മൾ എടുത്തത് LXi സെക്കൻഡ് ഓണർ 2011 അപ്പോൾ 26 വരെ പേപ്പർ ഉണ്ട് 26 വരെ പേപ്പർ ഉണ്ട് 75,000 കിലോമീറ്റർ 26 ടെസ്റ്റ് വരണേ 6-7 മാസം ഉണ്ട് 6-7 മാസം കഴിഞ്ഞാൽ 1 രൂപയ്ക്ക് കൊടുക്കാം കേട്ടോ 11 LXi വണ്ടി സെക്കൻഡ് ഓണർ 72,000 കിലോമീറ്റർ 1 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഓക്കെ സീറ്റ് ഓർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് AC പവർ സ്റ്റിയറിംഗ് അല്ലേ ചേട്ടാ AC പവർ സ്റ്റിയറിംഗ് AC വർക്കിംഗ് ആണല്ലോ ആണ് വില 1 രൂപ അല്ലേ 1 രൂപ വില LXi വണ്ടിയല്ലേ വോക്സ്വാഗൻ വെൻഡോ ഡീസൽ കംഫർട്ട് ലൈൻ ആണ് മോഡൽ 2015 ഓക്കെ ഓണർഷിപ്പ് എത്രയായിട്ടോ ഓണർഷിപ്പ് തേർഡ് കിലോമീറ്റർ 1.18 ഡീസൽ അല്ലേ ഡീസൽ വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി ഡീസൽ മാനുവൽ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഇതിലുള്ള സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇൻബിൽറ്റ് സീറ്റ് ഓട്ടോമാറ്റിക് AC 4 പോയിന്റ് പവർ സ്റ്റിയറിംഗ് സ്റ്റെയർ മൗണ്ട് കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട് അല്ലേ ചേട്ടാ അതെ ഓക്കെ അപ്പോൾ ഇതിന്റെ പ്രൈസ് എങ്ങനെയാ പറഞ്ഞേ
ഇത് 3 രൂപയ്ക്ക് കൊടുക്കാം. ഫിനാൻസ് കയറുമല്ലോ? ഫിനാൻസ് കയറും. ഇപ്പോൾ ഇലക്ഷൻ വർക്കിന് ഞാൻ ഇതാ കൊണ്ടുകിടന്നു. ഓക്കെ, അപ്പോൾ ഫിനാൻസ് 2.5 എത്ര കിട്ടും? 2.5 കിട്ടുമോ? 2.5-3 രൂപ കിട്ടും. പിന്നെ സിവിൽ ശരിയാണെന്നുണ്ടെങ്കിൽ 3 രൂപയും ഫുള്ള് വെച്ച്. സലിമേട്ടാ, നെക്സ്റ്റ് i10 ഓട്ടോമാറ്റിക് 2012 ഓട്ടോമാറ്റിക് ആണ്. 52,000 കിലോമീറ്റർ, ഹൈ ക്വാളിറ്റി വണ്ടി. ഓണർഷിപ്പ് എത്ര ചേട്ടാ? 2012 ഓട്ടോമാറ്റിക് ആണ്. ഓണർഷിപ്പ് തേർഡ്. കിലോമീറ്റർ 52,000 കിലോമീറ്റർ. അല്ല, ഓണർഷിപ്പ് സെക്കൻഡ് അല്ലേ? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. ഫസ്റ്റ് ഓണറിൽ നിന്ന് ഇപ്പം മാറിയതേ ഉള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ്, ഹൈ ക്വാളിറ്റി വണ്ടി, ഓട്ടോമാറ്റിക് ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. നല്ല വണ്ടി, പുതിയ വണ്ടി എടുക്കുന്ന കണക്കിരിക്കും. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, ഫോർഡർ പോറിന്റെ പോസ്റ്റിന് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 255 കൊടുക്കുക. 255 കാപ്പാട്ടു നല്ല ക്വാളിറ്റിയാണേ. എഞ്ചിൻ കാപ്പാട്ടു അല്ലേ? കാപ്പാട്ടു എഞ്ചിൻ. അപ്പം സലിമേടാ, നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പിന്നെ ഇതെല്ലാം പഴയ വണ്ടികളാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ എടുക്കുന്നവർ എന്തെങ്കിലുമൊക്കെ പൈസകൾ കരുതി വെച്ചിട്ടേ എടുക്കാവൂ. എല്ലാവരും ഇത് പൂർണ്ണ ഇതൊന്നും ആയിരിക്കില്ല. എങ്ങനെ പുതിയതുപോലെയൊന്നും ഇരിക്കത്തില്ല. അപ്പം എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം. വിളിച്ചാൽ ഞാനത് പരിഹരിക്കും. വലിയ കംപ്ലയിൻറ്റ്, ചെറിയ കംപ്ലയിൻറ്റ് സ്റ്റാർട്ടാവാതെ വരുന്നതൊക്കെ ചിലപ്പോൾ ബാറ്ററിയുടെ കണക്ഷൻ ലൂസായിരിക്കും. അങ്ങനെയൊക്കെയുള്ള അതല്ല, മേജർ ഇഷ്യൂസ് വരികയാണെങ്കിൽ എന്നെ വിളിക്കണം. ഞാനത് പരിഹരിക്കും. പിന്നെ എടുക്കാനൊന്നും കൂടെ വരാനൊന്നും ആരും ഇല്ലാത്തവർക്ക് എന്നെ വിശ്വസിച്ചെടുക്കാം. അവരുടെ കാര്യം പ്രത്യേകം പരിഗണിക്കും. പിന്നെ അങ്ങനെയൊക്കെയാണ്. നിങ്ങൾക്ക് അസിസ്റ്റൻസ് കിട്ടും ഏതൊക്കെ ആയാലും, കേട്ടോ. വഴിയാധാരം ആവാൻ ഞാൻ അനുവദിക്കില്ല, അത് ഉറപ്പാണ്. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലയിൻറ്റ് എൻ്റെ ചാനലിൽ തന്നെ ചെയ്യുക, എല്ലാവരും അറിയട്ടെ. അത്രയേ ഉള്ളൂ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. അടുത്ത വീഡിയോ കാണാം. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ.